വർഷമാണ് പറയുന്നത്. അങ്ങനെ പറയരുത്. ഇവരുടെ പേരൊക്കെ പറയാമോ? അങ്ങനെ പറയരുത്. അല്ല, എല്ലാവരും റീൽസിലൊക്കെ ഒത്തിരി കാണാറുണ്ട്, പക്ഷെ പേര് മാറിപ്പോകും. ആരെയോ കയറി ഇതുപോലെ മാറി വിളിച്ചായിരുന്നു ഈയിടെ ഏതോ ഒരു പരിപാടിക്ക് പോയിട്ട്. അതും ഏതോ വലിയ സെലിബ്രിറ്റി ആയിരുന്നു. വർഷയാണ് പറഞ്ഞത്. ഞാൻ പാട്ട് പാടാൻ ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. എനിക്ക് നല്ല നാണമുണ്ട്. പാട്ട് പഠിപ്പിച്ചു. ചെറുമണിച്ചോറുണ്ട് ചെറുമണിച്ചോറുണ്ട് ഉപ്പിലിട്ട മാങ്ങയുണ്ട് ഉണ്ണാൻ വാ മച്ചുനനെ ഉപ്പിലിട്ട മാങ്ങയുണ്ട് ഉണ്ണാൻ വാ മച്ചുനനെ. അത് പറ. റോളിംഗാന്ന് പറഞ്ഞാ പിന്നെ മാറും എന്നൊക്കെ. റോളിംഗ് ഇൻട്രോ പറയാറായോ? ഇതാണോ? ഇവിടാണോ? അതാണോ? ഹായ്, ഹലോ, എല്ലാവർക്കും നമസ്കാരം. ജിഞ്ചർ മീഡിയയുടെ ഓണാശംസകൾ. അപ്പൊ ഇന്ന് നമ്മളുടെ ഓണം ഒന്ന് എന്താ പറയാ, ഓണാഘോഷങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കണ്ടോ, ഞാൻ നിങ്ങളെ ഒന്ന് ഐസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിട്ട് അറിഞ്ഞോണ്ട് ടങ്കി ഒരു കുഴപ്പമില്ല എന്നൊക്കെ. എന്തെങ്കിലും സ്വർണമോ എന്തെങ്കിലും തരാനില്ല, വെള്ളിയെങ്കിലും ഇട്ടേക്കാം. അടിപൊളി, താങ്ക്സ്. വർഷം സപ്പോർട്ട് ചെയ്തോണ്ട് ഞാൻ ഫുൾ സപ്പോർട്ടാ. ഞാൻ അത് പറഞ്ഞില്ല, ചളി പറഞ്ഞ സപ്പോർട്ട് ചെയ്തു. മാടമ്പള്ളി തറവാട് അറിയോ? അറിയാം. ആ തറവാട്ടിലെ ടേബിളില് ഒരു ഓറഞ്ചും ആപ്പിളും ഇരിക്കുമായിരുന്നു. പെട്ടെന്നൊരു ദിവസം ഓറഞ്ചിന് ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം. എന്താ കാരണം? വർഷം ഒരു കൂട്ടുകറി ഉണ്ടാക്കുവാണെങ്കിൽ അതെങ്ങനെയാണ്? എനിക്ക് ഇഷ്ടമല്ല പറഞ്ഞു. സാമ്പാർ ഈസി അല്ലേ? വേണ്ട, അവിയല് പൊട്ടത്തി അവിയലാണ് ഏറ്റവും എളുപ്പം. എനിക്ക് രണ്ടും അറിയാത്തോണ്ട് കുഴപ്പമില്ല. എനിക്ക് കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ ചിലപ്പോൾ എന്റെ കുട്ടി ഭയങ്കര പാട്ട് പാടുമായിരിക്കും. ഞാൻ ഇങ്ങനെ വെറുതെ വിചാരിക്കാം. എന്റെ സെല്ല് മൊത്തം പാട്ടാണ്. മനസ്സിലായോ? ഇതിന് സപ്പോർട്ട് ചെയ്യണോ ചിരിക്കണോന്ന് എനിക്ക് പറഞ്ഞത്. എനിക്ക് ടെക്നിക്കലി എങ്ങനെ അതാണ് നമുക്ക് വേണ്ടത് അല്ലേ? ശ്രദ്ധിച്ചേക്കണം. കുന്നും മലയും കാടും പുഴയും കടന്നു പോകും. തൊട്ടുപുഴുവിനെ കാണും, തിരിച്ചെത്തുമ്പോ തൊട്ടുപുഴുണ്ടാവില്ല. ആദ്യത്തെ പല്ലി വീണത് കണ്ടിട്ട് ബാക്കി രണ്ട് പല്ലികൾ കൈകൊട്ടി ചിരിച്ചപ്പോ ബാലൻസ് തെറ്റി താഴെ വീണത്. കലികാലം. നല്ല അസലായിട്ട് പാട്ട് പാടും. കഥാപ്രസംഗത്തിൽ കേമൻ. ആരോളിക്സിന്റെ മറ്റേ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സാധനമുണ്ട്. ആളെ വിളിക്കേണ്ടി വരും. ഞാൻ വർഷം കൂടെ റിസപ്ഷനിൽ ഇരുന്ന് വർഷം ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. എനിക്ക് ഒറ്റ കാഴ്ചയിൽ വർഷം ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഒരു മിനിറ്റ് ഒരു കാര്യം പറയണ്ട. ഞാൻ പോയ കോലമാണ് കേട്ടോ പ്രധാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാറിൻ്റെ അടുത്ത് വരാൻ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഷോ അല്ലേ, കുറച്ച് ഷോ ഒക്കെ ആക്കി പോകാമെന്ന് വിചാരിച്ചിട്ട് ഇത്ര ഇറക്കുള്ള ഒരു ടീഷർട്ട് ഡ്രസ്സൊക്കെ ഇട്ട് എൻ്റെ കോൺവേഴ്സ് ഷൂ ഒക്കെ ഇട്ട് ഇരുന്നപ്പോൾ തന്നെ സാറ് എന്നാ പിന്നെ എന്നുള്ള മൂടായിരുന്നു. പാടിക്കളിക്കുവാനായി ആടി മാറേണം. അപ്പം ഓണാഘോഷങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പാട്ടുകളില്ലാതെ എന്താ ആഘോഷങ്ങൾ അല്ലേ? അപ്പൊ പാട്ടിന്റെ പുലിക്കുട്ടികളാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. അപ്പം സ്റ്റാർ സിംഗറിന്റെ എന്താ പറയാ
പുലിക്കുട്ടികൾ ഓണാഘോഷം സീസൺ 9 സീസൺ 9 പുലിക്കുട്ടികൾ ആൻഡ് ദി പടക്കുതിര. ഓക്കെ പിന്നെ അല്ല ഇച്ചിരി ഒന്ന് സ്ലിപ്പ് ആയെങ്കിലും നല്ല ഇൻട്രോ അല്ലായിരുന്നു അങ്ങനെ അല്ലേ? താങ്ക്സ്. അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? ഓണം ഒക്കെ അല്ലേ? എന്തുണ്ട് പറ. ഒരു 8 സുഖം കേട്ടാലേ എനിക്കൊരു ഇതാവുള്ളൂ. ഒരു ടീച്ചർ വൈബ് പഠിക്കുന്നുണ്ടോ? ഇല്ല ഇല്ല. അല്ലടി. അപ്പം നമ്മള് ഷോ തുടങ്ങുന്നതിന് മുന്നേ തന്നെ വർഷ പറഞ്ഞു ഇവരെല്ലാരും പാട്ട് പാടി പാടി ഇച്ചിരി ക്ഷീണിച്ചിരിക്കുന്നവരായിരിക്കും, അതുകൊണ്ട് ഇന്നത്തെ ഷോയിൽ വേണമെങ്കിൽ എന്റെ പാട്ടാവാം എന്ന് പറഞ്ഞായിരുന്നു അല്ലേ? അപ്പൊ പിന്നെ എന്തായാലും വർഷയുടെ പാട്ടോടുകൂടി തന്നെ നമുക്ക് ഞാൻ ഉദ്ദേശിച്ചത് ഇന്റർവ്യൂ ഒക്കെ ഒന്നിങ്ങനെ ചൂട് പിടിച്ചിരിക്കുന്ന അവസ്ഥയിൽ എത്തുമ്പോ വേണമെങ്കിൽ രണ്ടുപേരും ഞാൻ പാടാന്ന് ഉദ്ദേശിച്ചത്. തുടക്കത്തിൽ തന്നെ ഞാൻ പാട്ട് പാടിക്കഴിഞ്ഞാൽ അത് മഹാ ബോറായിരിക്കും. അപ്പൊ അറിയാം. പിന്നെ അല്ലാണ്ട് ഇവിടെ എന്ന് പറയും അപർണയ്ക്ക് അറിയാൻ പാടില്ല കേട്ടോ. ഞാൻ പറയട്ടെ, അതായത് നമ്മൾ സ്റ്റാർ സിംഗറിൽ ഇപ്പൊ നമുക്ക് ഷൂട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ 4 ദിവസം മുന്നേ നമുക്ക് ഗ്രൂമിംഗ് ഉണ്ടല്ലോ. ഗ്രൂമിംഗ് മെർമെയ്ഡ് ഹോട്ടലിലായിരിക്കും ഉണ്ടാവുക. അവിടെ രാവിലെ മുതൽ ഞങ്ങൾക്ക് ചെവിതല കേൾക്കാൻ പറ്റാത്ത രീതിയിൽ ഇവരുടെ പാട്ടായിരിക്കും ഫുള്ള്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഞാൻ എന്താടാ മോശമായിട്ട് ദിശയൊക്കെ മറ്റേ സംഗതിയിൽ ഇട്ടിട്ടായിരിക്കും പാടുന്നുണ്ടാവും. ഫുൾ അങ്ങനെ കേൾക്കുക. അപ്പൊ അത് കാരണം ഞാനിപ്പോ എന്ന് പറഞ്ഞാൽ മൂളാൻ പോലും എനിക്ക് പറ്റില്ല പൊതുവെ. കാരണം ഇവര് കേൾക്കുമ്പോ നമുക്ക് ഇവരെ പാട്ടിന്റെ ആ ഒരു സാധനം കേട്ടിട്ടേ നമുക്കൊന്നും പാടുന്നത് അങ്ങനെ റെഡി ആവില്ല. ഇപ്പൊ നിങ്ങള് എല്ലാരും കൂടെ ഉള്ള റീല് ഞാൻ കണ്ടിരുന്നു. അതെന്റെ അനുഭവമാണ്, ജീവിത അനുഭവമാണ്. ഞങ്ങള് ഹോം ടൂറിന് പോയിട്ടുണ്ടായിരുന്നു. നമുക്ക് 3 മാസത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു ബിഗ് ബോസ് വന്ന സമയത്ത്. അപ്പൊ ആ പോയ സമയത്ത് ഇതേപോലെ ഞങ്ങൾ 3 എന്താ പറയാ ഒപ്പമായിരുന്നു. ഫുൾ കേരളം മൊത്തം യാത്രയിലായിരുന്നു. എല്ലാവരും വീട്ടിലും പോയി കുറെ പരിപാടിയൊക്കെ ആയിട്ട് ഭയങ്കര പ്രകടനമായിരുന്നു. അപ്പൊ ഇവരുടെ കൂടെ തന്നെ ഇരിക്കുന്ന സമയത്ത് വെറുതെ നമ്മള് അപർണ മൂളില്ലേ വെറുതെ ഇല്ലേ? ഞാനും ഭയങ്കര പാട്ടാ. സത്യം പറയാലോ, എനിക്ക് ഭയങ്കര എന്താ പറയാ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ ഞാൻ നന്നായിട്ട് പാടും. പക്ഷെ നാളെ കണ്ട എനിക്ക് പാടാൻ പറ്റില്ല. ഇവരെ കൂടെ കുറച്ചേരം ഇരുന്നപ്പോ ഞാൻ നോർമലായിട്ട് പാടാൻ തുടങ്ങിയപ്പോഴാണ് ഇവര് ഓരോരുത്തർ വന്നിട്ട് പറയാം അങ്ങനെയല്ല അതിന് ഇങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞ് കുനിപ്പും തൊങ്ങലൊക്കെ ഇട്ട് ഇവര് പാടിത്തരും. അത് കാരണം പാടാൻ പറ്റില്ല. അതാണ്. പക്ഷെ വേറൊരു കാര്യം പറയാം, ഭയങ്കര സപ്പോർട്ടീവ് ആണല്ലേ. എങ്ങനെ പാടി കഴിഞ്ഞാലും കുഴപ്പമില്ല, അവര് സ്വീകരിക്കും. അതത്രേ ഉള്ളൂ. അതുകൊണ്ടല്ലേ ഞങ്ങൾ വീഡിയോ എടുത്താൽ എല്ലാരും ഉണ്ടായിരുന്നില്ലേ വീഡിയോയില്. പിന്നെ വേറൊരു കാര്യം എന്താ പറയുക, ഈ പാട്ട് പാടാൻ അറിയുന്നവർക്കാണ് പാട്ട് പാടുവെന്ന് പറയുമ്പോ ഇച്ചിരി ബുദ്ധിമുട്ട് തോന്നുന്നു. എന്നോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിത്ര ചേച്ചിയാന്നാ വിചാരം. ഞാനങ്ങ് തുറന്നു എന്റെ പൊന്നെ ചേച്ചി ഇത് ചേച്ചിയാണോന്ന് അറിയത്തില്ല. എനിക്ക് 27. ഞാൻ 27. 28 ആവും 3 മാസത്തിന്. ഇപ്പൊ നമ്മുടെ സഭ പോലെ അപർണയുടെ പാട്ടിലാണ് നമ്മൾ തുടങ്ങുന്നത്. അല്ല, ഞാൻ നേരത്തെ ഞാൻ പാടിയത് നീ എന്റെ ആനന്ദ ജീവാവലി എന്നൊക്കെയാ ഞാൻ അവിടെ ഇരുന്ന് പാടിയെന്നറിയോ? അതെ, സത്യമായിട്ടും ലിറിക്സ് പോലും അറിയില്ല എനിക്ക്. നീ എന്റെ ആനന്ദ നീലാംബരി അല്ലടാ, വരിയൊക്കെ എനിക്കറിയാം. കണ്ടോ, വരി പോലും അറിയില്ല. എന്നാലും കുഴപ്പമില്ല, രണ്ടുപേരും പാടിയിട്ട് നമുക്ക് തുടങ്ങാം അല്ലെ? അത് വർഷയുടെ പറഞ്ഞ റിക്വസ്റ്റ് കഴിഞ്ഞിട്ടില്ല. പാടിയല്ലോ. ഏതാ പാട്ട്? നിങ്ങളൊരു പാട്ട് പറഞ്ഞു. അല്ല, അവരെ വെറുപ്പിക്കാൻ കൊണ്ടുവന്നതല്ലായിരുന്നു. വർഷയാണ് പറഞ്ഞത്. ഞാൻ പാട്ട് പാടാൻ ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. നീ പറഞ്ഞു നമ്മളൊപ്പം പാടാന്ന് പറഞ്ഞു. ലിറിക്സ് അറിയത്തില്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ പറഞ്ഞു തരും. ഏത് പാട്ടാണ്? ഞാൻ പാടും. അയല പൊരിച്ചതുണ്ട്. അയല പൊരിച്ചതുണ്ടാണോ? അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കുടംപുളി ഇട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്, തുമ്പപ്പൂ ചോറുണ്ട്, ചെറുമണി ചോറുണ്ട്. ചെറുമണി ചോറോ? അല്ല, എങ്ങനെ നിങ്ങളുടെ മുന്നിൽ നിന്ന് പാടുന്ന നാണക്കേടല്ലേ ഇതൊക്കെ? ഇല്ല, നാളെ നമ്മൾ വിചാരിക്കണ കാരണം നമുക്ക് ഒട്ടും പാടാൻ പറ്റില്ലല്ലോ. അതെ, അതാണ് പ്രശ്നം. അപ്പൊ പിന്നെ ഏതിന്റെ അയല വേണം? കിട്ടിയോ? ലിറിക്സ് ആണോ? ഓ, നമ്മളെ അയല വറുത്തതുണ്ട്. അതൊക്കെ മറന്നു നോക്കിയിരുന്നോ? നമ്മള് സപ്പോർട്ട് ചെയ്യാം, കൈയടിച്ച്. എന്നെ പാട്ട് പഠിപ്പിച്ചു. ചെറുമണിച്ചോറുണ്ട്, ഉപ്പിരിപ്പുതിരമുള്ള ചെറുമണിച്ചോറുണ്ട്, ഉപ്പിലിട്ട മാങ്ങയുണ്ട് ഉണ്ണാൻ വാ മച്ചുനനെ, ഉപ്പിലിട്ട മാങ്ങയുണ്ട് ഉണ്ണാൻ വാ മച്ചുനനെ, അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കുടംപുളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. ഇല്ല,
നമ്മൾ പറഞ്ഞു നമ്മള് കൈകൊട്ടിട്ട് ഇത് മറ്റേ അയലയും മറ്റേ ഹലുവയൊക്കെ പോലെ ആയിപ്പോയി. പിച്ചൗട്ടിന്റെയും എല്ലാത്തിന്റെയും എനിക്കൊരു നാണമില്ല ഇവരെ മുമ്പിൽ പാടാൻ. എനിക്ക് നല്ല നാണമുണ്ട്. അല്ല തുടങ്ങ്. പാടാം. ഇത്രയോടൊക്കെ ടെൻഷൻ പോലെ ആണല്ലേ. അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കൊടംപുളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. എന്റെ പിച്ച ഉള്ള പിച്ച വേറെ പിച്ച. അതാണ് നമ്മൾ രണ്ടുപേരും കൂടെ ഒന്ന് അയല വറുത്തതുണ്ട്, കരിമീൻ സെയിം പിച്ചല്ലേ. അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കൊടംപുളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്, തുമ്പപ്പൂനിറമുള്ള ചെറുമണിച്ചോറുണ്ട്, തുമ്പപ്പൂനിറമുള്ള ചെറുമണിച്ചോറുണ്ട്, ഉപ്പിലിട്ട മാങ്ങയുണ്ട് ഉണ്ണാൻ വാ മച്ചുനനെ, ഉപ്പിലിട്ട മാങ്ങയുണ്ട് ഉണ്ണാൻ വാ മച്ചുനനെ, അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കൊടംപുളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. പാടാൻ അറിയാത്ത വ്യക്തികളിൽ നിന്നല്ലേ ഞങ്ങള് താളം, ശ്രുതി, പിച്ച് അതിനെ കുറിച്ചൊന്നും സംസാരിക്കാതിരിക്കുന്നല്ലേ നല്ലത്. നല്ലതാന്ന് പറഞ്ഞല്ലോ, അത് മതി. ഞാനൊരു ഓണം ക്വിസ് നടത്താം. നിങ്ങളൊരു ടീം, നിങ്ങളൊരു ടീം. പെട്ടെന്ന് ഉത്തരം പറയണം, കാരണം ഓണം ഒക്കെ കാരണം ഭയങ്കര എളുപ്പമായിരിക്കും ആൻസർ ചെയ്യാൻ വേണ്ടിട്ട്. ആദ്യത്തെ വാമനനെ എല്ലാവർക്കും അറിയാലോ, ഓണത്തിന്റെ കഥയൊക്കെ അറിയാലോ. അറിയോ? ഇത് എളുപ്പം. വാമനൻ തെറ്റിക്കല്ലേ. ദശാവതാരത്തില് മഹാവിഷ്ണുവിന്റെ എത്രാമത്തെ അവതാരമായിരുന്നു വാമനൻ? ഭയങ്കര എളുപ്പമാ. 5ാമത്തെ. ഓ കിടു കിടു. കണ്ടോ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, നന്ദ ഈസ് ജീനിയസ്. ഏറ്റവും വലുപ്പത്തില് പൂക്കളം ഇടുന്ന ദിവസം ഏതാണ്? ഉത്രാടം. രണ്ടുത്തരം പറഞ്ഞു, എന്നാലും അല്ല, കുഴപ്പമില്ല. തിരുവനന്തപുരത്തിന്റെ തലേദിവസം. ഉത്തരം പെട്ടെന്ന് പറയണെങ്കിൽ ഇത് കുറച്ച് ടഫാണെന്ന് എളുപ്പമുള്ള ഒരു ചോദ്യമാണേ. കുറച്ച് ടഫാണ്, കുറച്ച് എളുപ്പമുള്ള ചോദ്യമാണ്. ഓക്കെ ഓക്കെ, അങ്ങനെ അത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ GK നോളജ്. നമുക്കുള്ള ഒരു വിവരം അനുസരിച്ചിരിക്കും. അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. കാരണം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഉദ്ദേശിച്ചത്. മഹാബലിയുടെ യഥാർത്ഥ പേരെന്താണ്? മഹാബലിയുടെ യഥാർത്ഥ പേരെന്താണ്? ബാഹുബലി എന്നൊക്കെ പറഞ്ഞു. ഇത് എനിക്കറിയാം. ഈലാണ് തുടങ്ങുന്നത്. ഈല് തുടങ്ങും. ഇന്ദ്രജിത്തോ? അല്ലേ? അടുത്തെത്തി. ഇന്ദ്രൻ. അവിടെ എത്തി. ആണോ? ഇന്ദ്രസേനൻ. 3-0 നിക്കുന്നത്. 3-0. ഇന്ദ്രജിത്ത്, ഇന്ദ്രൻസ്, ഇന്ദ്രൻ. അപർണ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തിരുവോണത്തിന്റെ തലേ ദിവസം ഏതാണ്? ഉത്രാടം. കണ്ടോ, ശ്വാസം വിട്ടോളുക. അതാണ് പറയാനുള്ളതൊക്കെ. അല്ല, വലിയ പൂക്കളിടുന്ന തലേദിവസം ഉത്രാടത്തിനാന്ന് പറഞ്ഞു. ഇത് വേറെ തലേദിവസം പറഞ്ഞില്ല. ടൈമിങ്ങില് പറഞ്ഞില്ല, അറിഞ്ഞു. ഇങ്ങോട്ട് നടന്നില്ല, ഇത് വന്നില്ലായിരുന്നു. മഹാബലിപുരം എന്ന വിനോദസഞ്ചാര കേന്ദ്രം ഏത് സ്ഥലത്താണ്, എവിടെയാണ്? മഹാബലിപുരം ചെന്നൈ അടുത്ത്. ചെന്നൈ എന്ന് പറഞ്ഞാൽ മതി. കഴിഞ്ഞു. തമിഴ്നാട്. ഇത് ഭയങ്കര എളുപ്പമുള്ള ചോദ്യമാണേ. ഓണത്തിന് എത്രാമത്തെ ദിവസമാണ് പുലിക്കളി നടക്കുന്നത്? തൃശ്ശൂരെ പറയടാ. ഞാൻ പുലിക്കളിക്ക് പോറില്ല. അയ്യോ, അടുത്ത ചോദ്യം. ആണോ എന്ന് ചോദിക്കരുത്. ആണ്, അതെ. 5-1. അടുത്ത ചോദ്യം ഭയങ്കര എളുപ്പമാണേ. ഓണവുമായി ബന്ധപ്പെട്ട പുലിക്കളി പ്രശസ്തമായത് ഏത് ജില്ലയിലാണ്? എന്തൊരു ആവേശം. ഇതിപ്പോ ഞാൻ ആർക്ക് പോയിന്റ് കൊടുക്കുന്നൊക്കെ. അല്ല, അതിന് പോയിന്റ് വേണ്ടായിരിക്കും. അതൊക്കെ എല്ലാരും പറഞ്ഞില്ല. ഇതും ഭയങ്കര എളുപ്പമാണ്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വേണം. അപർണ വെറുതെ പറഞ്ഞത് ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ടഫ് വേണം. ടഫ് വേണം. ഓക്കെ, ഇത് ടഫാണ് കേട്ടോ എന്ന് പറയുമ്പോ ചുമ്മാ ചിന്തിക്കുമല്ലോ ആൾക്കാര്. ഓണത്തിന് പ്രധാനമായി ഒരുക്കുന്ന വള്ളംകളി ഏതാണ്? വള്ളംകളി. ഓണത്തിന്റെ വള്ളംകളിയുടെ പേരെന്താണ്?
ആറന്മുള. ഏത് മലയാള മാസത്തിലാണ് ഓണം ആഘോഷിക്കുന്നത്? ഓ, ഇതൊക്കെ അറിയാല്ലേ. എന്നാ ഇവരെ ഒരു കാര്യം ചെയ്യാം. നിങ്ങൾ ടീമെങ്കിൽ നിങ്ങൾ ടീം മലയാള മാസം പറയുക. വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, മേടം, ഇടവം, കർക്കിടകം. മിഥുനം, കയ്യിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തീർന്നല്ലോ. അല്ലല്ല, ഓണം കേരളത്തിന്റെ ദേശീയ ഉത്സവമാക്കിയ വർഷം ഏതാണ്? അത് പറയില്ല. അവിടെ വരെ കറക്റ്റ് ആണ്. അവിടെ വരെ കറക്റ്റാ. 90-ലാണോ 80-ലാണോ 70-ലാണോ? കേരളം രൂപീകരിക്കപ്പെട്ട വർഷം ഏതാ? നവംബർ 1 വർഷം. ശരിയാണ്, കറക്റ്റ്. ഇല്ല ഇല്ല, പോട്ടെ. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണോ? അതെ അതെ തീർച്ചയായിട്ടും. അതെ അതെ. 56. ചുമ്മാ ഒരു ഗസ് അടിക്കേ. ഞാൻ പറഞ്ഞിട്ടില്ല. 63. എനിക്കത് ഉത്തരം പറയുന്നുണ്ട്. 1960. അറിയില്ല. നല്ല ഉത്തരം. അറിയില്ല. 1961. ആരും പറഞ്ഞില്ല. അതെ. രണ്ടാം ഓണം മറ്റൊരു പേരിലും അറിയപ്പെടുന്നുണ്ട്. ഏത് പേരിലാണ്? രണ്ടാം ഓണം തിരുവോണം. അല്ലല്ല, ചെറിയ ഓണം. അല്ലല്ല, നല്ല ഓണം. ഞാൻ ക്ലൂ തരാം. എന്നെ നേരത്തെ വിളിക്കരുത് എന്ന് പറഞ്ഞ ഒരു സാധനം വെച്ചിട്ട് ഉണ്ട്. അടുത്ത് തന്നെ മലയാളത്തില് അമ്മായിയോണോ? ഞാനിത് ആദ്യമായിട്ട് കേൾക്കണത്. കേട്ടിട്ടില്ലേ? ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം പണ്ട് ഏതോ ഒരു ഷോയില് ഈ ക്വിസില് ചോദ്യം ചോദിച്ചായിരുന്നു. അപ്പൊ ഞാൻ പഠിച്ചായിരുന്നു അമ്മായിയോണം. അതെ. അപ്പൊ ആരാണ് ജയിച്ചത്? ഈ ടീമാണ് ജയിച്ചത്. കഴിഞ്ഞ ചോദ്യം ഐസ് ബ്രേക്ക് ആയോ? ഐസ് ബ്രേക്ക് ആയോ? ഇപ്പഴോ? മൂത്രക്കാനാ? സാർ മൂത്രം വയ്ക്കണമെന്ന് ശ്രീരാഗിരി. ഓക്കെ. അവൻ പെട്ടെന്ന് പറഞ്ഞു പോകും, അല്ലെങ്കിൽ അവൻ പറയില്ല. ഓണത്തിന്റെ ചെറിയ പ്രായത്തിലുള്ള ഓണാണ് ഓർമ്മയില് വരിക. പണ്ടുള്ള പ്രായം കൂടുന്തോറും അതിന്റെ ഒരു രസം പോവില്ലോ. അതെന്താ? അങ്ങനെയാണ്. അതെങ്ങനെയാണ്? ഇന്നസെൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് പൂ പറിക്കാൻ പോലും നേരത്തെ ഇല്ല, കുറച്ച് കുറവാണ്. സത്യസന്ധനായ ഒരു വ്യക്തി. അത്യാവശ്യം പൊക്കോ വന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടെ ചോദിക്കാം. ഇനി നിങ്ങളുടെ രണ്ടുപേരുടെയും പറയാം. ഗോകുലിന്റെയും ബൽറാമിന്റെ ഓണം ഇതൊക്കെ തന്നെ. ഞാനും ദുബായിലായിരുന്നു. അപ്പൊ അവിടെ അസോസിയേഷൻ അതിന്റെ ഗ്രൂപ്പ് സോങ് സോളോ പാടും, ഓണപ്പാട്ട് പാടും, പിന്നെ വള്ളപ്പാട്ട് പാടും, അങ്ങനത്തെ കുറെ. പിന്നെ നാട്ടിലാണെങ്കിൽ ഞങ്ങളുടെ ലൈബ്രറിയുടെ അവിടെ മറ്റേ ഉറിയടി, മിഠായി പെറുക്കലൊക്കെ ഉണ്ട്. അതൊക്കെ തന്നെയാണ്. മിഠായി പെറുക്കൽ, ഉറിയടി. എനിക്ക് തോന്നുന്നില്ല, കണ്ണടച്ചിട്ട് ഞാൻ ആരുടെയോ തലയ്ക്ക് അടിച്ചിട്ടുണ്ട്. ആ ചേട്ടൻ കഷണ്ടി ആയിരുന്നു. അതെന്നാണ് തോന്നുന്നത്. അന്ന് നമ്മള് ചെറുതല്ലേ, അച്ഛൻ ഡീൽ ചെയ്തു. നീ ആയതുകൊണ്ട് എനിക്കൊരു സംശയമുണ്ട്. എന്താ? അത് മനഃപൂർവ്വം അടിച്ചതാണോ? അല്ലല്ല, കണ്ണ് കാണില്ല, നമ്മളിങ്ങനെ കറക്കി അടിക്കുമല്ലോ. എവിടുന്ന്? ദുബായിന്നാണോ? അല്ല, നാട്ടിൽ അവനങ്ങനെയൊക്കെ ഒരു വിനോദമൊക്കെയാണ്. ഓണത്തിനെ പറ്റി ആലോചിക്കുമ്പോൾ ഇതൊക്കെ തന്നെ ഓർമ്മ വരുന്നത്. ഒന്നാമത് ചെറുപ്പത്തിലാണ്, ശ്രീരാഗ് പറഞ്ഞ പോലെ ചെറുപ്പത്തിലാണ് എല്ലാവരും ഓണം നന്നായിട്ട് ആഘോഷിക്കുക എന്നാണ് എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ ഉത്തരവാദിത്തങ്ങൾ കൂടുന്തോറും ആഘോഷങ്ങളുടെ അളവ് കുറഞ്ഞു വരുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഞാൻ ഈ അടുത്ത കാലത്തൊന്നും ഓണത്തിനോ വിഷുവിനോ ഒന്നും ഞാൻ വീട്ടിലുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ എല്ലാവരും ഓരോരോ തിരക്കുകളിലായിരിക്കും. മാക്സിമം എല്ലാവരും വീട്ടിലെത്താനായിട്ട് ശ്രമിക്കും. പക്ഷെ എൻ്റെ കാര്യത്തിൽ നേരെ തിരിച്ചാണ്. ഞാൻ എന്തെങ്കിലുമൊക്കെ തിരക്കായിട്ട് വീട്ടിൽ കയറാൻ പറ്റാറില്ല. അങ്ങനെ വേണമെന്ന് വെച്ചിട്ടല്ല, പരിപാടികളാണോ, പ്രോഗ്രാംസ് ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തിരക്കായിരിക്കാം. ഈ വലുതാവുമ്പോ ഏറ്റവും അധികം മിസ് ചെയ്യുന്നത് ഈ ഓണക്കോടിയും പൈസ കിട്ടുന്നതൊക്കെ. ഇപ്പൊ നമ്മൾ അങ്ങോട്ട് കൊടുക്കണം.
ഞാൻ കൊടുക്കാറില്ല, ഞാൻ മേടിക്കും. ഓണക്കോടി ഇപ്പൊ നമ്മുടെ താഴെയുള്ള കുട്ടികളൊക്കെ കാശൊക്കെ ചിലപ്പോ ചോദിക്കും, ഓണത്തിന് വിഷുവിനൊക്കെ കൈനീട്ടൊക്കെ ചോദിക്കും. അപ്പൊ അപ്പോഴാണ് ആലോചിക്കും നമുക്കൊക്കെ വയസ്സായില്ലേ. ഇവര് വല്ലാത്തൊരു തന്തവൈ പഠിക്കുന്നുണ്ട്. അല്ല നമുക്കൊക്കെ വയസ്സായില്ലേ എന്നൊക്കെ. പ്രായമായ 27 വയസ്സായി. ഓണത്തിന് ചോദിച്ചാൽ കൊടുക്കണ്ടേ. ഞങ്ങൾക്ക് ഓണത്തിന് അങ്ങനെ പരിപാടിയില്ലല്ലോ, നമുക്കില്ലല്ലോ. വിഷുവിനല്ലേ? പക്ഷെ ഈ ഓണക്കോടി വാങ്ങിച്ചു തരാത്തവരൊക്കെ കോമ്പൻസേറ്റ് ചെയ്യാൻ ചുമ്മാ ഇങ്ങനെ 500 റൈസ് അങ്ങനെയൊക്കെ തരത്തില്ലേ? അല്ലേ? എനിക്ക് കിട്ടുമായിരുന്നു. അതായിരുന്നല്ലോ നമ്മളുടെ ഓണം വെക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു വൈബ് അതാണല്ലോ, സാധനങ്ങൾ കിട്ടുക എന്നുള്ളൊരു സംഭവമാണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒരു പാട്ട് തുടങ്ങും, അതിന്റെ എൻഡിലെ വാക്ക് വെച്ചിട്ട് ഇവിടെ പാടണം, ഇവിടെ പാടണം, ഇവിടെ പാടണം. അടിപൊളി അടിപൊളി. അന്താക്ഷരി പോലെ തന്നെ ഇത് ചെയിൻ കിട്ടു അല്ലേ? എന്തൊരു ഭയങ്കര രസം കേൾക്കാൻ. പടകാളി ചണ്ടിച്ചങ്കിരി പോർക്കലി മാർഗിനി ഭഗവതി അടിനിൽ അലിവോടിന്നിത്തിരി കനിയണമേ. പറമേളം ചെണ്ടച്ചെങ്ങിളർത്തുടി മദ്ദളമരമണികിണികിണി പലതാളം തക്കിടകിട തകതാ. ചുവടുകളിനി ഒരു ഞൊടികിട പിഴയരുത് ഹോയ് അമ്മ ഹോയ് ഹോയ്. അടവുകളുടെ ചുടുപകടകൾ ഉരുളണം ഒരുവരുമിനിയതിന് വെള്ളണമേ. ഒതുങ്ങി ചൊതുങ്ങി പോതുങ്ങി മറന്നുപോയി. പിടിച്ചും പിടിച്ചും വലിച്ചും തൊഴിച്ചും വാ വാ ഈ മരമടങ്ങിന് ഞാൻ ഇതെല്ലടവോ ആവോ ഒന്നും മേലഞ്ചാറട്ടില്ലത്തൈ വെച്ചാരേടോ. ആ കുന്നിത്തൈ മേലെ അന്നന്തിക്കിടയിൽ ഇടക്കിൽ കഴിച്ചു ചെന്നപ്പം മാങ്ങാപ്പഴം. നന്ദി ദിശയാണോ? മേഘരാഗം നിറുകിൽ തൊട്ടുമേലേ നിൽപ്പുവാനം വാനം വാനം ദൂരെങ്ങോ മിഴിയും നട്ടുപൂ പോൽ നിൽപ്പു യാമം 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 മേഘരാഗം നിറുകിൽ തൊട്ടുമേലേ നിൽപ്പു വാനം. അന്തിക്കടപ്പുറത്തൊരോലക്കുടയെടുത്ത് നാലും കൂട്ടി മുറുക്കി നടക്കണതാരാണ്? ആരാണ്? ഞാനല്ല, പരുന്തല്ല, തിരകളല്ല, ചെമ്മാനം വാഴണ തുറയറയൻ. അങ്ങേ കടലില് പള്ളിയുറങ്ങാൻ മൂപ്പര് പോണതാണേ. അന്തിക്കടപ്പുറത്തൊരോലക്കുടയെടുത്ത് നാലും കൂട്ടി മുറുക്കി നടക്കണതാരാണ്? ആരാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് ഒരാളുടെ പെർഫോമൻസ് ഒന്നും കൂടെ കേൾക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് തോന്നിയ ഏതെങ്കിലും പാട്ടുണ്ടോ? ആണോ? എന്നാലൊരു യുനാനിമസ് ആയിട്ട് ഉണ്ടോ? വർഷ പറ. അയ്യോ, എല്ലാവരുടെയും ഓരോന്ന് വേണം പറഞ്ഞു. എനിക്ക് അരവിന്ദിന്റെ കണ്ണാനെ കണ്ണെ, പള്ളിക്കെട്ട്, ഇതൊക്കെയാണ് എന്റെ ഫേവറേറ്റ്. കണ്ണാനെ കണ്ണെ. പള്ളിക്കട്ട് ശബരിമലയ്ക്ക് കല്ലും മുള്ളും കാലുക്ക് മെത്തൈ സ്വാമിയേ അയ്യപ്പോ സ്വാമി ശരണം അയ്യപ്പ ശരണം. പള്ളിക്കട്ട് ശബരിമലയ്ക്ക് കല്ലും മുള്ളും കാലുക്ക് മെത്തേ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ കാർത്തികോ സ്വാമിയേ ശരണം ശരണം അയ്യപ്പ സ്വാമി ശരണം അയ്യപ്പ 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 ശരണം ശരണം അയ്യപ്പ സ്വാമി ശരണം അയ്യപ്പ. കൂട്ടത്തിൽ ഏറ്റവും അടിപൊളി ഷെഫ് ആരാ? ഞാൻ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു സദ്യ ഉണ്ടാക്കാൻ എന്തൊക്കെ വിഭവങ്ങൾ വേണം? അവിയൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? അവിയലുണ്ടാക്കണ ഞാൻ പറഞ്ഞു. കൊക്കിന് വെച്ചത് കുക്കിനും ഉണ്ട്. നിങ്ങൾ പറഞ്ഞാൽ
ഞാൻ കൂട്ടുകറി എനിക്ക് ഞാൻ അവിയല് പറയാം. എന്നാലും വർഷം ഒരു കൂട്ടുകറി ഉണ്ടാക്കുവാണെങ്കിൽ അതെങ്ങനെയാണ്? ഒരു കാര്യം പറയട്ടെ, കൂട്ടുകറി എനിക്ക് ഇഷ്ടമല്ല പറഞ്ഞ സാമ്പാർ ഈസി അല്ലേ? വേണ്ട, അവിയല് പൊട്ടത്തി അവിയലാണ് ഏറ്റവും എളുപ്പം. എനിക്ക് രണ്ടും അറിയാത്തോണ്ട് കുഴപ്പമില്ല. അതായത് അവിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് പച്ചക്കറികൾ അവിയലിന്റെ കഷ്ണങ്ങളെല്ലാം കൂടി ഇങ്ങനത്തെ ഈ വിരല് നടുക്ക് മുറിച്ചത് പോലുള്ള ആക്കിയിട്ട് കായ, ക്യാരറ്റ്, ബീൻസ്, പയറ്, ചേന, ഇളവൻ വെള്ളരിക്ക. നിങ്ങൾക്ക് ആർക്കെങ്കിലും അവിയൽ ഉണ്ടാക്കാൻ അറിയോ? ആർക്കെങ്കിലും അറിയോ? കാണുന്നവർക്ക് അറിയുമല്ലോ. ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും അറിയോ? ഇല്ല, ആർക്കും അറിയത്തില്ല. അതുകൊണ്ട് എന്ത് വേണേലും പറയാം, മനസ്സിലായി? അറിയില്ല, പക്ഷെ ഞാൻ കാണുന്ന ഓഡിയൻസിന് സത്യസന്ധത പുലർത്തുന്ന ഒത്തന്റിക് ആണ്. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ നീളത്തിലുള്ള കഷ്ണങ്ങളായിട്ട് നമ്മൾ മുറിക്കണം ആദ്യം. എന്നിട്ട് നമ്മളൊരു ഉരുളിയിൽ ഉരുളി ഇങ്ങനെ വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ കഷ്ണൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കുക. എന്നിട്ട് അതിൽ കുറച്ച് മഞ്ഞപ്പൊടി ഇടണം, ഉപ്പിടണം. ഇളക്കുമ്പോൾ നല്ല മണം വരും, അതിന്റെ മണം അപ്പളേ വരുവേ. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും കുറച്ച് തൈര് ഒഴിക്കണം. തൈര് ഒഴിച്ച് നമ്മൾ ഇങ്ങനെ ഇളക്കണം. എന്നിട്ട് അത് വേണമെങ്കിൽ കുക്കറിലാണെങ്കിൽ നമുക്ക് ഒരു 2-3 വിസില് അടുപ്പിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അത് വേവട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യണം. എന്നിട്ട് തേങ്ങ ചിരവിയിട്ട് നമ്മൾ അതിൽ കുറച്ച് ജീരകം ഇട്ടിട്ടൊന്ന് ടിങ് നാക്കണം. അതായത് ക്രറാക്കിട്ട് അരയരുത്. എന്താണ് കിറാക്കുന്നത്? അരയരുത്. ഇത് ജസ്റ്റ് ടിങ് നാക്കുമ്പോ ക്ര നാവും. അല്ല, അങ്ങനെയല്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ആവും, അത്രേ ഉള്ളൂ. എന്നിട്ട് അത് നമ്മൾ അതിലിടുക. ഇട്ടിട്ട് നമ്മൾ കുറച്ച് അടിച്ചാൽ അതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കും പിന്നെ ഇളക്കുക. എന്നിട്ട് കുറച്ച് കറിവേപ്പില ഇടുക. ഏതിലേക്കാണ് ഇടുന്നത്? കുക്കറിലല്ല, കുക്കറോ ഉരുളിയോ എന്താണെങ്കിൽ. കുക്കറാണെങ്കിൽ തുറന്നതിന് ശേഷം അവിയൽ കഴിഞ്ഞു, റെഡി. കഷ്ണങ്ങളിലല്ലടാ ഞാൻ വേവിച്ചത്, കുക്കർ ഇട്ടിട്ട്. കുക്കറോ ഉരുളിയോ കഷ്ണങ്ങളായി അവിയലായി. ഷെഫ് തന്നെ. അവിയലിന് ശേഷം ആരുടെ സാമ്പാറാണ് നമ്മൾ ഉണ്ടാക്കാറ്? ഞാൻ കുക്കിംഗ് ആയിട്ട് ഒരു ബന്ധമില്ല. ഇതിനൊരു ബന്ധമില്ല എന്നൊക്കെ. എന്റെ അവിയലിന് ശേഷം സാമ്പാർ. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയാ, കൂടുതൽ കളിയാക്കുന്നത് ആരെയാ? അതായത് ഇങ്ങനെ കൂട്ടത്തിൽ ഒരാൾ കാണുമല്ലോ, പഠിപ്പിയാണെന്ന് പറഞ്ഞാൽ എല്ലാവരും ഇങ്ങോട്ടാ പോയത്. ഇപ്പൊ കൂട്ടത്തിൽ ആണോ? എനിക്ക് അറിഞ്ഞൂടാ നിന്നെ അങ്ങനെ കളിയാക്കണേ. ഞാൻ പലത് പറയുന്നത് അവർക്ക് കണക്ട് ആവാറില്ല. എന്താണ് കണക്ട് ആവാഞ്ഞ കാര്യം? ഞാൻ ചില സമയത്ത് എന്തെങ്കിലും പറയുമ്പോ നാക്കൊടക്കാറൊക്കെ ഉണ്ട്. പറയും, പിന്നെ അതുപോലെ നാക്കൊടക്കുന്നല്ല ശരിക്കും കോമഡി പറയും, പക്ഷെ അവർക്ക് കോമഡി കണക്ട് ആവും. എന്റെ കോമഡിയുടെ വർക്കാവാറില്ല. ഇതായതിന്റെ പ്രശ്നം. മാടമ്പള്ളി തറവാട് അറിയോ? മണിച്ചിത്ര അറിയാം. ആ തറവാട്ടിലെ ടേബിളില് ഒരു ഓറഞ്ചും ആപ്പിളും ഇരിക്കുമായിരുന്നു. പെട്ടെന്നൊരു ദിവസം ഓറഞ്ചിന് ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം. എന്താ കാരണം? തൊട്ടുപുഴുന്റെ ചോദ്യമാണ്. അതാണ് നമുക്ക് വേണ്ടത് അല്ലേ? ശ്രദ്ധിച്ചേക്കണം. കുന്നും മലയും കാടും പുഴയും കടന്നു പോവും, തൊട്ടുപുഴുവിനെ കാണും, തിരിച്ചെത്തുമ്പോ തൊട്ടുപുഴുണ്ടാവും. ഞാൻ വർഷം കൂടെ റിസപ്ഷനിൽ ഇരുന്ന് വർഷം ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. എനിക്ക് ഒറ്റ കാഴ്ചയിൽ വർഷം ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഒരു മിനിറ്റ്, ഒരു കാര്യം പറയണ്ട. ഞാൻ പോയ കോലമാണ് കേട്ടോ പ്രധാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സാറിൻ്റെ അടുത്ത് വരാൻ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഷോ അല്ലേ, കുറച്ച് ഷോ ഒക്കെ ആക്കി പോകാന്ന് വിചാരിച്ചിട്ട് ഇത്ര ഇറക്കുള്ള ഒരു ടീഷർട്ട് ഡ്രസ്സൊക്കെ ഇട്ട് എൻ്റെ കോൺവേഴ്സ് ഷൂ ഒക്കെ ഇട്ട് ഇരുന്നപ്പോൾ തന്നെ സാറ് എന്നാ പിന്നെ എന്നുള്ള മൂടായിരുന്നു. പാടിക്കളിക്കുവാനായി മാറേണം